നമസ്കാരം, ന്യൂസ് തീറ്റിലേക്ക് സ്വാഗതം. വളരെ തിരക്കേറിയ ഒരു വാർത്താ ദിനമായിരുന്നു ഇന്ന്. വളരെ പ്രധാനപ്പെട്ട വാർത്തകൾ ഇന്ന് ബ്രേക്ക് ചെയ്തു. പ്രധാനപ്പെട്ട സംഭവം കൊടുവള്ളി MLA കാരാട്ട് റസാഖിന്റെ തെരഞ്ഞെടുപ്പ് റദ്ദാക്കിക്കൊണ്ടുള്ള ഹൈക്കോടതി വിധിയാണ്. പക്ഷേ എതിർ സ്ഥാനാർത്ഥിയായിരുന്ന എം എ റസാഖിന്റെ വിജയിയായി പ്രഖ്യാപിക്കാൻ കോടതി തയ്യാറായില്ല. അരീക്കോട് നിയോജകമണ്ഡലത്തിലുണ്ടായ സമാനമായ സാഹചര്യം. നികേഷ് കുമാറിനെ വിജയിയായി പ്രഖ്യാപിക്കാതെ KM ഷാജിയുടെ അംഗത്വം റദ്ദാക്കിയ അതേ കോടതി വിധിയാണ് ഇക്കാര്യത്തിലും ഉണ്ടായിട്ടുള്ളത്. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത, ആലപ്പാട് കരിമണൽ ഖനനത്തിനെതിരെ സമരം ചെയ്യുന്ന സമരസമിതി സർക്കാരുമായി നടത്തിയ ചർച്ച പരാജയപ്പെട്ടെങ്കിലും ഈ സർക്കാർ ഈ പ്രശ്നത്തെക്കുറിച്ച് ഒരു വിദഗ്ധ സമിതിയെ നിശ്ചയിച്ച് പഠിക്കാം എന്ന് തീരുമാനം എടുത്തിട്ടുണ്ട്. അതുവരെ സീ വാഷിംഗ് എന്ന പ്രക്രിയ, ഖനനത്തോടനുബന്ധിച്ചുള്ള സീ വാഷിംഗ് എന്ന പ്രക്രിയ നിർത്തിവെക്കുമെന്നും മന്ത്രി EP ജയരാജൻ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ആദ്യം നാം EP ജയരാജന്റെ വാക്കുകളിലേക്ക് പോകാം. ചർച്ചയ്ക്ക് ശേഷം അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞതാണ്. ആലപ്പാട് പ്രദേശത്തുണ്ടായിട്ടുള്ള ജനങ്ങളുടെ ഉത്കണ്ഠയും അതുപോലെ തന്നെ ആശങ്കയും പരിഹരിക്കാനുള്ള ഇടപെടൽ ഗവൺമെൻറ് നടത്തണം എന്ന് തന്നെയാണ് തീരുമാനിച്ചത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഗവൺമെൻറ് തലത്തിൽ ഇന്നലെ നടന്ന ചർച്ചയിൽ ഉരുത്തിരിഞ്ഞു വന്ന തീരുമാനങ്ങളെ അടിസ്ഥാനപ്പെടുത്തി സമരസമിതിയുമായി ചർച്ച ചെയ്യുന്നതിന് വേണ്ടി തീരുമാനിച്ചത്. അതനുസരിച്ച് സമരസമിതിയുടെ 7 പ്രതിനിധികൾ ഇന്നത്തെ യോഗത്തിൽ പങ്കെടുത്തു. കരുനാഗപ്പള്ളി MLA ശ്രീ രാമചന്ദ്രൻ അദ്ദേഹം ഉണ്ടായിരുന്നു, കലക്ടറുടെ ഉണ്ടായിരുന്നു. അവരുടെയൊക്കെ സാന്നിധ്യത്തിൽ ചർച്ച ചെയ്തു. ഇന്നലെ ഗവൺമെൻറ് കൈക്കൊണ്ടിട്ടുള്ള തീരുമാനങ്ങൾ അവരെ അറിയിച്ചു. അവർക്ക് പറയാനുള്ള കാര്യങ്ങളും ഗവൺമെൻറ് ഞങ്ങൾ സശ്രദ്ധം കേട്ടു. അതിൻ്റെ അടിസ്ഥാനത്തിൽ അവരോട് ഗവൺമെൻറ് സ്വീകരിച്ചിട്ടുള്ള നടപടി ഈ കരിമണൽ ശേഖരിക്കുന്ന പ്രശ്നത്തെക്കുറിച്ച് സമഗ്രമായിട്ടുള്ള ഒരു പഠനം നടത്തണം. അതിനുവേണ്ടി പ്രാഥമികമായിട്ടുള്ള പഠനം നടത്താൻ ഒരു വിദഗ്ധ സമിതിയെ അധികാരപ്പെടുത്താൻ ഇന്നലെ തീരുമാനിച്ചിരുന്നു. ആ തീരുമാനം അവർ ഉന്നയിച്ചിട്ടുള്ളൊരു വിഷയവും അതാണ്, വിദഗ്ധ സമിതി വേണം. ആ തീരുമാനം ഇന്നത്തെ യോഗത്തിൻ്റെ മുമ്പാകെ റിപ്പോർട്ട് ചെയ്തു. ഈ വിദഗ്ധ സമിതിയുടെ അന്വേഷണ റിപ്പോർട്ട് കഴിയുന്നത്ര വേഗത്തിൽ ഗവൺമെൻറ് ലഭ്യമാക്കണം. 1 മാസത്തിനുള്ളിൽ ലഭ്യമാക്കണം എന്നാണ് ഏറ്റവും കൂടിയ സമയം. ആ റിപ്പോർട്ട് ലഭ്യമാകുന്നത് വരെ ഇപ്പോൾ സമരസമിതിക്കാരും എല്ലാം ഉന്നയിച്ചിട്ടുള്ളൊരു വിഷയം സീ വാഷിംഗ്, ബീച്ച് വാഷിംഗ് ഒഴിവാക്കണം എന്നുള്ളതാണ്. അത് ഈ റിപ്പോർട്ട് വരുന്നത് വരെ സീ വാഷിംഗ് ഖനനം നടത്തി കരിമണ്ണ് പ്രോസസ്സ് ചെയ്യുന്ന നടപടി, സീ വാഷിംഗ് സിസ്റ്റം നിർത്തിവെക്കാൻ IREയോട് പറയാൻ തീരുമാനിച്ചു. എന്നാൽ ഇൻലാൻഡ് വാഷിംഗ് ഉണ്ട്, അത് തുടരാതിരുന്നാൽ IREക്ക് പ്രവർത്തിക്കാൻ കഴിയാതെ വരും. അത് തുടരാം. സീ വാഷിംഗ് ആണ് ആലപ്പാട് പ്രദേശത്തെ ഇല്ലായ്മ ചെയ്യുന്നത്, കടലടിച്ചു കയറുന്നത് എന്നെല്ലാമുള്ള ആശങ്കയാണ് ഉയർത്തിയിരുന്നത്. അതുകൊണ്ട് 1 മാസം സീ വാഷിംഗ് നിർത്തിവെക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഇതാണ് ഇന്ന് ചർച്ചയിലുണ്ടായ തീരുമാനം. ആലപ്പാട് സീ വാഷിംഗ് ആണ് നിർത്തിവെക്കുക, ഖനനം പൂർണ്ണമായി നിർത്തിവെക്കില്ല, ഇൻലാൻഡ് വാഷിംഗ് നിർത്തിവെക്കില്ല, സീ വാഷിംഗ് നിർത്തിവെക്കും എന്നാണ് തീരുമാനിച്ചിട്ടുള്ളത്. എന്തായാലും ഖനനം നിർത്തിവെക്കാതെ സമരം അവസാനിപ്പിക്കില്ല എന്ന നിലപാടാണ് സമരസമിതി സ്വീകരിച്ചിട്ടുള്ളത്. ചർച്ചയുടെ വിശദാംശങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധി തിരുവനന്തപുരത്ത് സെയ്ഫ് സൈൻലാബുദ്ദീനുണ്ട്. സെയ്ഫ്, എന്തൊക്കെ വിഷയങ്ങളാണ് ചർച്ചയിൽ ഇവർ ഉന്നയിച്ചത്, സമരസമിതി ഉന്നയിച്ചത്? ഏതൊക്കെ കാര്യങ്ങളിലായിരുന്നു അഭിപ്രായ ഭിന്നത? സമരസഭ ഒരാവശ്യം മാത്രമേ സർക്കാരിന് മുന്നിലേക്ക് വെച്ചിട്ടുള്ളൂ. ഖനനം പൂർണ്ണമായി നിർത്തണം. ഖനനം പൂർണ്ണമായി നിർത്താതെ യാതൊരു തരത്തിലുള്ള വിട്ടുവീഴ്ചയ്ക്കും തങ്ങൾ തയ്യാറല്ല, സമരം നിർത്തില്ല. ഇത് തന്നെയായിരുന്നു സമരസമിതിയുടെ നിലപാട്.
ചർച്ച ആരംഭിച്ചപ്പോൾ തന്നെ വ്യവസായ മന്ത്രി ഇ പി ജയരാജൻ ഇന്നലത്തെ ഉന്നതതല യോഗത്തിന്റെ തീരുമാനങ്ങൾ സമരസമിതി നേതാക്കളെ അറിയിച്ചു. രണ്ട് പ്രധാനപ്പെട്ട തീരുമാനങ്ങളാണ് ഇന്നലത്തെ യോഗത്തിലുണ്ടായത്. ഒന്ന്, സീ വാഷിംഗ് നിർത്തിവെക്കാനുള്ള തീരുമാനം. അവിടെ കടൽ കയറി കര പൂർണ്ണമായും നഷ്ടപ്പെടുന്നതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം സീ വാഷിംഗ് ആണെന്നാണ് അവിടുത്തെ രാഷ്ട്രീയ പാർട്ടികളടക്കം ഉന്നയിക്കുന്ന പ്രശ്നമായി അത് കാണുന്നത്. അതുകൊണ്ട് സീ വാഷിംഗ് പൂർണ്ണമായും നിർത്തിവെക്കാം എന്നുള്ളതായിരുന്നു ഇന്നലെ യോഗത്തിലുണ്ടായ തീരുമാനം. ആ തീരുമാനം ഇന്നത്തെ സമവായ ചർച്ചയിൽ വ്യവസായ മന്ത്രി അറിയിച്ചു. രണ്ടാമത്, അവിടെ ഈ ഖനനം മൂലം ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ പഠിക്കാൻ വേണ്ടി ഒരു വിദഗ്ധ സമിതിയെ നിയോഗിക്കാം. ആ വിദഗ്ധ സമിതി 1 മാസത്തിനുള്ളിൽ റിപ്പോർട്ട് സമർപ്പിക്കും. ആ റിപ്പോർട്ട് ലഭിക്കുന്നത് വരെ ഈ ഖനനം ഈ സീ വാഷിംഗ് പൂർണ്ണമായും നിർത്തിവെക്കാം. അതിനുശേഷം ആ റിപ്പോർട്ട് കിട്ടിയ ശേഷം തുടർ നടപടികൾ സ്വീകരിക്കാം. ഇതായിരുന്നു സംസ്ഥാന സർക്കാർ മുന്നോട്ട് വെച്ച ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം. മാത്രമല്ല, വ്യവസായ മന്ത്രി മറ്റ് ചില കാര്യങ്ങൾ കൂടി സൂചിപ്പിച്ചു. അവിടെ IRൽ ജോലി ചെയ്യുന്ന തൊഴിലാളികളുടെ പ്രശ്നങ്ങൾ, അങ്ങനെ ഒരു പൊതുമേഖലാ സ്ഥാപനം പൂട്ടുകയാണെങ്കിൽ സംസ്ഥാന സർക്കാരിനുണ്ടാവുന്ന ആ പ്രശ്നങ്ങൾ, ഇതെല്ലാം അദ്ദേഹം ഈ യോഗത്തിൽ ചൂണ്ടിക്കാട്ടി. എന്നാൽ സമരസമിതി ഏതെങ്കിലും തരത്തിലുള്ള വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കഴിഞ്ഞ ഏതാണ്ട് 2.5 മാസക്കാലമായി നടക്കുന്ന സമരവുമായി മുന്നോട്ട് പോകാനും സമരം കൂടുതൽ ശക്തിപ്പെടുത്താനുമാണ് സമരസമിതി ഈ യോഗത്തിന് ശേഷം തീരുമാനിച്ചിരിക്കുന്നത്. 25,000-ഓളം വരുന്ന ജനങ്ങളുടെ പ്രശ്നമല്ല മന്ത്രി പറയുന്നത്, 200-ഓളം വരുന്ന തൊഴിലാളികളുടെ പ്രശ്നമാണ് മന്ത്രി പറയുന്നത്. തങ്ങൾ അവിടെ ജനിച്ചവരാണ്, തങ്ങൾക്ക് അവിടെ തന്നെ മരിക്കാനുള്ള അവകാശമുണ്ട്, തങ്ങളുടെ വരും തലമുറയ്ക്കും അവിടെ തന്നെ ജീവിക്കണമെന്ന് ആഗ്രഹമുണ്ട്. ഈ സീ വാഷിംഗ് അല്ല തങ്ങളുടെ പ്രശ്നം, ഖനനമാണ് പ്രശ്നം. അതുകൊണ്ട് ഖനനം നിർത്താതെ തങ്ങൾ ഏതെങ്കിലും തരത്തിലുള്ള വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറല്ല എന്ന കർശന നിലപാടിൽ തന്നെയാണ് സമരസമിതി ഉള്ളത്. എന്നാൽ സർക്കാർ ഏതെങ്കിലും തരത്തിൽ ഖനനം പൂർണ്ണമായി നിർത്തുന്നതിനോട് യോജിക്കുന്നില്ല. കാരണം ഖനനം നിർത്തുകയാണെങ്കിൽ IRയുടെ പ്രവർത്തനം തടസ്സപ്പെടും, IR പൂട്ടേണ്ട ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തിപ്പെടും. അങ്ങനെ ഈ ഒരു സമരസമിതിക്ക് മുന്നിൽ അവരുടെ ആവശ്യം അംഗീകരിച്ചുകൊണ്ട് ഒരു പൊതുമേഖലാ സ്ഥാപനം പൂട്ടാൻ കഴിയില്ല എന്ന കർശന നിലപാട് തന്നെ സംസ്ഥാന സർക്കാരും സ്വീകരിച്ചിരിക്കുന്നു. അങ്ങനെ രണ്ടുപേരുടെ നിലപാടിൽ ഉറച്ചു നിൽക്കുന്ന പശ്ചാത്തലത്തിൽ ആ ചർച്ച പൂർണ്ണമായും പരാജയപ്പെടുകയാണ്. ഇനി സമരത്തിന്റെ ഭാവി സംബന്ധിച്ച ചോദ്യങ്ങളാണ് ഉയരുന്നത്. ഈ സമരം എങ്ങനെ അവർ മുന്നോട്ട് കൊണ്ടുപോകും? സെക്രട്ടേറിയറ്റ് മുന്നിലേക്ക് അവർ സമരവുമായി വരില്ല, അവിടെ തന്നെ സമരം നടത്തുമെന്നാണ് അല്പസമയം മുമ്പ് സമരസമിതി നേതാക്കൾ വ്യക്തമാക്കിയിരിക്കുന്നത്. പക്ഷേ സംസ്ഥാന സർക്കാർ ഇനി ഏതെങ്കിലും തരത്തിലുള്ള എന്തായാലും ആലപ്പാട്ട് സമരവുമായി മുന്നോട്ട് പോകും എന്നാണ് സമരസമിതി പ്രഖ്യാപിച്ചിട്ടുള്ളത്. അവർ അവിടെ തന്നെ സമരം ചെയ്യും. ഖനനം നിർത്തിയതിന് ശേഷം ഒരു വിദഗ്ധ പഠനം മാത്രമേ അവർ ആഗ്രഹിക്കുന്നുള്ളൂ. അല്ലാതെ സീ വാഷിംഗ് മാത്രം അവസാനിപ്പിച്ചതുകൊണ്ട് തങ്ങളുടെ പ്രശ്നം തീരുന്നില്ല എന്നാണ് സമരസമിതി ഇന്ന് ചർച്ചയിൽ പറഞ്ഞത്. സംസ്ഥാന സർക്കാർ എന്തായാലും മുൻകൂട്ടി ഒരു ഉന്നതതല യോഗത്തിൽ തീരുമാനിച്ചെടുത്ത തീരുമാനങ്ങൾ സമരക്കാരെ അറിയിക്കുക മാത്രമാണ് ചെയ്തതെന്ന് ഇ പി ജയരാജന്റെ വാക്കുകളിൽ നിന്ന് വ്യക്തമാണ്.